ഹലോ, അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു മടി പിടിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ. മടി പിടിച്ചൊരു ദിവസത്തെ കുറച്ച് പണികളൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ടുള്ള ഇങ്ങനെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ രാവിലെ ഒരു ലേറ്റ് ആയിട്ട് എണീറ്റ് കേട്ടോ. അപ്പോൾ തന്നെ ആകെ മൂഡ് ഓഫ് ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത് എന്തോ ഒരു ഉറക്കം ശരിയല്ലായിക്ക ഒക്കെ കൂടെ ആയിട്ടൊരു അസ്വസ്ഥത നിറഞ്ഞൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അതാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വെള്ളപ്പത്തിന് മാവ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം കുറച്ച് മാവേ തലേന്നത്തെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് വേഗം പണി പെട്ടെന്ന് അങ്ങ് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെറുതെ ഇരിക്കാമല്ലോ, ഒന്ന് ഉറങ്ങണം തന്നെ കേട്ടോ കാര്യമായിട്ടുണ്ടായേ. അപ്പം മുഖമൊക്കെ ഇങ്ങനെ ഒരുപാട് ക്ഷീണിച്ച ഇതാട്ടോ. അപ്പം കാരണം എന്താ പറയുക, തലേന്ന് രാത്രി ഭൂകമ്പം വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ഭൂകമ്പം വന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ എന്തോ ഇങ്ങനെ കുലുങ്ങിയത് ഇങ്ങനെ ഫീൽ ചെയ്തപ്പം വേഗം എണീറ്റ് ഓടി കേട്ടോ. അപ്പം അതിന് ശേഷം പിന്നെ ഉറങ്ങാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഒരു ജാതി എന്തോ ഒരു അസ്വസ്ഥത ഉള്ളൊരു ഉറക്കം ശരിയല്ല ഞാൻ നമുക്ക് ആകെ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അങ്ങനെ പിറ്റേന്ന് ഇതാ രാവിലെ എണീറ്റ് ഞാൻ രാവിലെ എന്താ പറയുക, അപ്പമായിരുന്നല്ലോ. അപ്പത്തിന് ഞാൻ ഉച്ചയ്ക്കും കൂടിയുള്ള കറി അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് അപ്പോൾ കുറച്ച് ചിക്കനൊക്കെ ഉണ്ടായിരുന്നേ. അപ്പം ചിക്കന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ട് ഞാൻ കറി ഉണ്ടാക്കട്ടെ. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോയിൽ എൻ്റെ തല കാണുന്നുണ്ടോ എന്ന് ചോദിക്കട്ടെ. അപ്പോൾ ഇവരിങ്ങനെ കുഞ്ഞിരുന്നിട്ട് ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. അത്ര കുഞ്ഞാലാണ് നിൻ്റെ തലയൊക്കെ കാണുള്ളൂ എന്നൊക്കെ പറയായിരുന്നേ. അപ്പോൾ ഞാനങ്ങനെ ആ ചിക്കൻ കറി വേഗം വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അപ്പം ചുട്ട് കൊടുക്കും ചെയ്യാം. ആ കറി തന്നെ ഉണ്ടാവില്ല ഉച്ചക്കത്തേക്കും പിന്നെ വൈകുന്നേരത്തേക്കും ഉണ്ടാവും. പിന്നെ വേറെ അതിൻ്റെ ഇടയിൽ കുറേ 100 കറികളൊക്കെ ഉണ്ടാക്കാൻ ഒരു മടി കിട്ടും, ഒന്നാമത്തെ കാര്യമേ. അങ്ങനെ ഞാൻ ആ ചിക്കൻ്റെ കറി ഇങ്ങനെ നന്നായിട്ട് സവോളയൊക്കെ ഇട്ട് വഴറ്റി അടച്ച് വെച്ചിട്ട് അപ്പോൾ മീൻകറി ഉണ്ട് കേട്ടോ. തലേന്ന് മീൻകറി ഉണ്ടായിരുന്നേ. അപ്പം അതിൻ്റെ കുറച്ച് ബാക്കിയുണ്ട്. അപ്പം ഞാൻ അതൊന്നിങ്ങനെ ഇളക്കി നോക്കി. പിന്നെ അതിൻ്റെ തലേന്ന് കുറച്ച് കപ്പ വാങ്ങിച്ചപ്പോൾ അത് ഒരിച്ചിരി ഉണ്ട് കേട്ടോ. രണ്ടാൾക്ക് കഷ്ടിച്ച് കഴിക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ ആ മീൻകറിയൊക്കെ ഒരു ചട്ടിയിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് അപ്പം ആ കപ്പയും മീൻകറിയും പിന്നെ കുറച്ച് ചോറ് തലേന്നത്തെ ചോറും ഉണ്ടായിരുന്നു. അപ്പം മോക്ക് വേണ്ടിയിട്ട് മാത്രം കുറച്ച് ചോറ് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഒരു രണ്ടാൾക്ക് കഴിക്കാനില്ല താനും, പക്ഷേ എന്നാൽ ഉണ്ട് താനും, അങ്ങനെയാണ്. കപ്പയൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അങ്ങനെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ഞാനതുകൊണ്ട് അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം ഞാൻ കുറച്ച് സവോളയൊക്കെ ചിക്കനിലേക്ക് വേണ്ടിയിട്ട് പിന്നെ തൊലിയൊക്കെ കളഞ്ഞത് ഞാൻ ആ ചെടിച്ചട്ടിയിൽ കൊണ്ടിട്ട് കേട്ടോ. അപ്പം തൊലിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നല്ല ഉഷാറായി ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ തൊലിയൊക്കെ ആ ചെടിച്ചട്ടി കൊണ്ട് ഇട്ടതാണേ. അപ്പോൾ തിരിച്ച് വന്ന് ഞാൻ ആ ചിക്കൻ്റെ ഇതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ വെളിച്ചെണ്ണേൻ്റെ ഇത് കട്ടി ആയിട്ട് ഇപ്പോഴും ഇതായിട്ടില്ല കേട്ടോ. അപ്പോൾ ആ കട്ടി ഇത് ഞാൻ അങ്ങനെ ഒരു ഇതുകൊണ്ട് കുത്തിയൊക്കെ എടുത്തിട്ടാണ് ഞാൻ വെളിച്ചെണ്ണ അതിലേക്ക് ഇങ്ങനെ ഞെക്കി പിഴിഞ്ഞൊക്കെ ഇടുകയെന്ന് അറിയില്ല, അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി കേട്ടോ. അങ്ങനെ ഞാൻ എന്തോ ഒരു കയ്യിലോ എടുത്തിട്ട് ഞാൻ പിന്നെ അങ്ങനെ കുത്തിയൊക്കെ കേട്ടോ അതിലേക്ക് ഇങ്ങനെ വെളിച്ചെണ്ണ ഇട്ടത് അതിങ്ങനെ കട്ട പിടിച്ചതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നില്ല. പിന്നെ ഞാൻ ഒരു ഇതുണ്ടായിരുന്നു, എന്താ പറയുക, അതിലുള്ള കറികളും കാര്യങ്ങളൊക്കെ ഓരോന്ന് എടുത്തതൊക്കെ ഞാൻ മാറ്റിയിട്ട് അടച്ച് വെച്ചു കേട്ടോ. കുറച്ച് സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ചെറിയ പാത്രത്തിലേക്ക് ആക്കിയൊക്കെ മാറ്റി വെക്കുകയായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇങ്ങനെ ഭയങ്കര ബാക്ക് പെയിൻ ആയപ്പോൾ ഒരു തൈലം ഉണ്ട് കേട്ടോ, എന്തൊക്കെയോ ഇങ്ങനെ കടുകെണ്ണയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഏട്ടനെ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ വെക്കുക കേട്ടോ. അപ്പോൾ ആ കടുകെണ്ണയും പിന്നെ എന്തോ ഒരു കുഴമ്പ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. അതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് പിന്നെ അതിങ്ങനെ ഒരു കുപ്പിയിലാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ എപ്പോഴും ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടോ. സാധാരണ ചെറിയ കുപ്പിയിലാകുമ്പോൾ പിന്നെ നമുക്ക് ആ കുപ്പിയിൽ നിന്ന് എടുത്താൽ മതിയല്ലോ പറഞ്ഞിട്ട് ആ കുപ്പിയിലേക്ക് ഇങ്ങനെ ഒഴിച്ച് വെച്ചതാട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ആ ചിക്കൻ കറി ഒന്ന് വേഗം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ അങ്ങ് കൊടുക്കും ചെയ്യാമല്ലോ. അപ്പം ഞാൻ വേഗം ആ ചിക്കൻ കറി കുറച്ച് മാറ്റി വെക്കും ചെയ്തിട്ടോ. ഒരുപാട് കറി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ബാക്കിയായി എന്ന് വരും. അപ്പോൾ ഞാനൊരു 3-4 കുറച്ച് കഷ്ണം മോക്ക് വേണ്ടിയിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു 4-5 പീസ് ഞാൻ മാറ്റി വെച്ചും ചെയ്തിട്ടോ ചിക്കൻ. അപ്പോൾ ഞാൻ ചിക്കൻ കറി ഏകദേശമൊക്കെ റെഡി ആകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെച്ചാൽ ചിക്കൻ ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മോക്ക് കുശാലാവും കേട്ടോ. അപ്പം മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 ഗ്ലാസ് അരി എടുത്തിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കിയിരുന്നേ. അപ്പോൾ സാധാരണ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പോലെ തന്നെ നെയ്യൊഴിച്ച് കടുകല്ല കേട്ടോ, പട്ട ഗ്രാമ്പൂ ഏലക്കയൊക്കെ ഇട്ടിട്ട് അരിയിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഉപ്പും വെള്ളം 1 ഗ്ലാസ് അരിയാണ് ഞാൻ 2 ഗ്ലാസ് വെള്ളം കേട്ടോ ചേർക്കൽ. അപ്പോൾ ഞാൻ എന്നിട്ട് ഉപ്പൊക്കെ ഇട്ട് വെള്ളമൊക്കെ പാകത്തിന് ഒഴിച്ചിട്ട് അങ്ങനെ നെയ്ച്ചോറും അവിടെ റെഡിയാക്കി കേട്ടോ. അപ്പോൾ അപ്പുറത്തെ അടുപ്പത്തേക്ക് ഞാൻ ആ ചിക്കൻ അങ്ങോട്ട് മാറ്റി വെച്ചതാണ്.
അപ്പം ചോറിന് എന്താ പറയുക കുറച്ച് മീൻ കറി കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു ഉപ്പേരിയായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്കാണെങ്കിൽ എത്ര നല്ല ചോറും കറിയും എന്ത് സ്പെഷ്യൽ ഉണ്ടായാലും എനിക്ക് കുറച്ച് ഉപ്പേരി ഇല്ലെങ്കിൽ എന്തോ പോലെ കേട്ടോ. അപ്പം ഞാൻ ഫ്രിഡ്ജിൽ പോയി നോക്കിയപ്പം ഒരു മൂലി ഉണ്ടല്ലോ, മൂലിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഇലയും പിന്നെ മൂലിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് തണുപ്പത്തെ നമ്മുടെ ശരീരം ചൂടാവാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് സാധനമാണ്. അപ്പോൾ പണ്ടൊന്നും ഞാൻ ആ ഇലയൊന്നും എടുക്കാറില്ലായിരുന്നു കേട്ടോ. ആദ്യമൊക്കെ ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ആ ഇല അങ്ങോട്ട് പിന്നെ അവരോട് മാറ്റാൻ വേണ്ടി പറയാട്ടോ ചെയ്യുക. പിന്നെ ഞാനിവിടെ ഇങ്ങനെ നിന്നപ്പോഴും ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ പച്ചക്കറി വാങ്ങിക്കാൻ പോകുമ്പോൾ അവർ പറഞ്ഞതാണ്, ഇവിടുത്തെ നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സ് പറഞ്ഞ അയ്യോ അതാണ് കഴിക്കേണ്ടത്, അതിലാണ് കൂടുതലും നല്ല ഇതുള്ളത്, അതിലാണെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ ആ ഇല എപ്പോൾ കണ്ടാലും ഞാൻ വാങ്ങിക്കും കേട്ടോ. അങ്ങനെ ഞാൻ ആ ഇലയും പിന്നെ ഒരു മൂലി ഉണ്ടായുള്ളൂ കേട്ടോ. അതന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലോണം ഉണ്ടാവുകയെ. അപ്പോൾ ഞാൻ വേഗം ആ മൂലി മറ്റേ ഇങ്ങനെ സ്ക്രബ്ബർ ഇതുണ്ടല്ലോ അങ്ങനെ ഒരതി എടുക്കുന്നത്, അതിൽ വെച്ചിട്ട് ഞാൻ അങ്ങനെ എടുത്തത് കേട്ടോ. അതാകുമ്പോൾ പിന്നെ സംഭവം പെട്ടെന്ന് കഴിയുമല്ലോ, വേഗം എങ്ങനെയെങ്കിലും പണിയൊക്കെ തീർന്ന് എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്നുള്ളൊരു മനസ്സിൽ അങ്ങനെയാണ് കേട്ടോ ഉണ്ടായത്. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരതി എടുത്തിട്ടോ. അപ്പോൾ വേഗം പണി കഴിയുന്ന സംഭവമാണല്ലോ. കൈകൊണ്ട് പിന്നെ അരിഞ്ഞുണ്ടാക്കുമ്പോൾ കുറേ സമയം എടുക്കും. അപ്പോൾ ഞാൻ വേഗം ഇതിലിങ്ങനെ ഇതാക്കി എടുത്തപ്പോഴേ അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്ത് നല്ല ഇതും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ നെയ്ച്ചോറ് എന്തായി എന്നുള്ളത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ മോക്കുള്ള നെയ്ച്ചോറും പിന്നെ നമുക്ക് പിന്നെ ഒരു ചിക്കൻ കറിയും ഉണ്ട്, പിന്നെ തൈര് ഒരു കുറച്ചുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത സംഭവം പെട്ടെന്ന് കഴിയുമല്ലോ. അപ്പോൾ ഞാൻ ചോറ് അപ്പുറത്ത് അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ പിന്നെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു കേട്ടോ. ചീനച്ചട്ടി അടുപ്പത്ത് വെക്കാൻ മുന്നേ ഏട്ടന് ഞാൻ അപ്പം ചുട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഏട്ടന് അപ്പം കറി ഏകദേശം അപ്പുറത്തുനിന്ന് ആയ സമയത്തിനോട് പറഞ്ഞാൽ എനിക്ക് സമയം വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ 2 അപ്പം ചുട്ട് കൊടുക്കുകയായിരുന്നേ. എന്നാൽ പിന്നെ അപ്പം ചിക്കൻ കറി ആകുമ്പം പിന്നെ വേറെ കറിയൊന്നും എനിക്ക് കടലക്കറിയൊക്കെ ഉണ്ടാക്കണ്ടേ, എന്തായാലും കടലയും ചെറുപയറൊക്കെ ഉണ്ടാക്കി മടുത്ത്. അപ്പം പിന്നെ ചിക്കൻ കറി ആകുമ്പോൾ കുറച്ച് വെറൈറ്റി ആവില്ലേ വെച്ച് ഞാൻ അങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ചൂടോടെ തന്നെ 2 അപ്പം അങ്ങ് ചുട്ട് കൊടുത്തു കേട്ടോ. അപ്പം അപ്പത്തിൻ്റെ മാവ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഉടനെ എത്തിയായിട്ടാന്ന് തോന്നുന്നു, അതിനും കൂടെ കിട്ടാൻ കുറച്ചൊക്കെ ഒരു പാടുണ്ടായിരുന്നേ. ഏട്ടന് ഞാൻ അപ്പമൊക്കെ ചുട്ട് കൊടുത്തതിന് ശേഷം പിന്നെ എനിക്ക് 2 ഗോതമ്പ് ദോശ ഉണ്ടാക്കിയിട്ടോ. അപ്പോൾ എനിക്ക് അപ്പം കഴിക്കാനൊന്നും തോന്നിയിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ ഗോതമ്പ് ദോശയും ചിക്കൻ കറിയും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് 2 ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കിയിട്ടോ. അപ്പോൾ ഒരു ടേസ്റ്റ് അല്ലേ ചിക്കൻ കറീൻ്റെ കൂടെ. അപ്പോൾ ഏട്ടന് അത് കഴിക്കാൻ കൊടുക്കുകയും ചെയ്തു, എനിക്ക് 2 ഗോതമ്പ് ദോശ ഉണ്ടാക്കുകയും ചെയ്തു കേട്ടോ. മോള് നേരത്തെ ട്യൂഷന് പോവുകയും ചെയ്തിട്ട് അതുകൊണ്ടാണ് മോൾക്ക് പിന്നെ വന്നിട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ചൂടോടെ ഉണ്ടാക്കിയാൽ അത് ടേസ്റ്റ് ആണല്ലോ. നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. പാത്രമൊക്കെ ഒരുപാട് കഴുകാനും ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ അവിടെ കൂട്ടിയിട്ടതാട്ടോ. പിന്നെ ഞാൻ അത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് കഴിച്ചതിന് ശേഷം അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വേഗം ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഉപ്പേരിക്ക് ഞാൻ സാധാരണ പോലെ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു, പിന്നെ പച്ചമുളകാണ് ഞാൻ ആ ഉപ്പേരി, തേങ്ങയൊന്നും ചേർത്തില്ല കേട്ടോ. വെറുതെ ഉപ്പ് എന്താ പറയുക പച്ചമുളക് മാത്രം കീറിയിട്ടിട്ട് ഉണ്ടല്ലോ, അങ്ങനൊരു എല്ലാവരും പറയും മെഴുക്ക് പറ്റി എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ ഉപ്പേരി എന്നാട്ടോ പറയാം. അപ്പോൾ ഞാൻ അങ്ങനെ ഉപ്പേരി പോലെ ഉണ്ടാക്കി കേട്ടോ. തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങ കുറച്ച് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പക്ഷെ ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വെള്ളം ചേർക്കാതെ നമ്മളിങ്ങനെ അടച്ചു വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് അങ്ങനെ കേട്ടോ ഞാൻ ആ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ തലേന്ന് കുറച്ച് ഉണ്ണിയപ്പത്തിന് പിന്നെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വൈകുന്നേരം ചായക്ക് ഞാൻ കുറച്ച് പിന്നെ ഉണ്ണിയപ്പം ചുട്ടെടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് വീഡിയോ എടുത്തു. അപ്പോൾ ഞങ്ങൾ ചായയും കൊണ്ട് ബാൽക്കണിക്ക് പോകുമ്പോൾ കണ്ട സീനാട്ടോ അത്. അപ്പം ഈ പ്രാവുകളുടെ കൂട്ടം ഇങ്ങനെ വീട് ചുറ്റും ഇങ്ങനെ കറങ്ങുക കേട്ടോ. എന്നിട്ട് അവർ ഒരു സൈഡിലേക്ക് പോകും, പിന്നെ തിരിച്ചും അവർ അതേമാതിരി ഇങ്ങനെ സൈഡിലേക്ക് വരുന്നു കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് വീഡിയോ എടുത്തതാണേ. അപ്പോൾ തണുപ്പൊക്കെ ഒന്ന് കുറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞ് നമുക്ക് നടക്കൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളിങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെറിയ തണുപ്പുണ്ട് കേട്ടോ. പക്ഷേ നല്ല സുഖമുള്ളൊരു കാലാവസ്ഥയും കൂടിയാണേ. അപ്പോൾ വൈകുന്നേരത്തെ തണുപ്പൊക്കെ കുറഞ്ഞ് നടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. ഇപ്പോൾ പാർക്കിൽ വന്ന് ഇപ്പോൾ കൊതുക് ഭയങ്കരമായിട്ട് ശല്യം. അപ്പോൾ ഏട്ടൻ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 4 റൗണ്ട് അടിച്ചപ്പോൾ ഞാൻ തളർന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി നിർത്താം, ഏട്ടൻ നടന്നു വരട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് പാർക്കിൻ്റെ മുന്നേ വീഡിയോ ഒക്കെ എടുത്തതാണ്. ഇതിൻ്റെ മുന്നേ ഒക്കെ പാർക്കിൻ്റെ വീഡിയോ എടുത്തതാണ്. അപ്പം
ഞാൻ വിചാരിച്ച് ഇനി ഇവിടെ കുറച്ച് നേരം ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താ അങ്ങനെ ഈ പാർക്കൊക്കെ ഇതിൻ്റെ മുന്നേ വീഡിയോയിൽ ഇട്ടതാട്ടോ. ചെറിയൊരു തണുപ്പുള്ളൂ. അപ്പം ആ തണുപ്പങ്ങ് പോയി എന്ന് പറയാൻ നടക്കുമ്പോൾ നമുക്ക് ആ തണുപ്പ് അറിയില്ല കേട്ടോ. അല്ലാതെ ഇപ്പോൾ ആ തണുപ്പ് നന്നായിട്ട് അറിയുന്നുണ്ട്. അപ്പം ഞാൻ കുറേ ദിവസമായിട്ട് നല്ല വീഡിയോകളൊക്കെ അടുക്കളയിലെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാറ്. അപ്പം ഇനിയിപ്പോൾ നല്ല നല്ല വീഡിയോ ഒക്കെ ഇടണം. പിന്നെ തണുപ്പൊക്കെ ആയപ്പോൾ എപ്പോഴും അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് വീഡിയോ എടുക്കാനുള്ളൊരു മൂഡ് ഉണ്ടായില്ല. അപ്പോൾ അതാ ഏട്ടനങ്ങനെ ഇപ്പോൾ ഓരോരുത്തർ നടക്കാനൊക്കെ തുടങ്ങി കേട്ടോ. ഇപ്പോൾ തണുപ്പായതുകൊണ്ട് പുറത്തിറങ്ങാറേ ഇല്ല കേട്ടോ. അപ്പോൾ തണുപ്പ് കുറഞ്ഞപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ നടന്നപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് കിതയ്ക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ നടത്തം നിർത്തിയിട്ട് ഞാൻ ഇവിടെ ഇരിക്കുക. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കാമെന്ന്. അപ്പോൾ ഏട്ടൻ നടക്കുന്നുണ്ട് കേട്ടോ. എത്രത്തോളം ക്ലിയർ ആവുമെന്ന് അറിയില്ല. അതായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ നിർത്തിയത് അറിഞ്ഞിട്ടില്ല കേട്ടോ. പുള്ളിക്കാരങ്ങനെ നടക്കുക തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കും കേട്ടോ ഞാൻ എവിടെയാന്നൊക്കെ. അപ്പം തിരിഞ്ഞു നോക്കിയിട്ട് കാണുന്നില്ല. ഞാൻ ഇവിടെ ഇങ്ങനെ സൈഡാക്കി ഇരിക്കുക. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള വലിയൊരു പാർക്കാട്ടോ. അപ്പോൾ ഓരോരുത്തരെ ഓടാനും രാവിലെയും വൈകുന്നേരമൊക്കെ എപ്പോഴും നല്ല തിരക്കാവട്ടോ. അപ്പം ആൾക്കാർ വരാൻ തുടങ്ങണുള്ളൂ. കാരണം തണുപ്പ് ഇങ്ങനെ പോയി വരുന്നല്ലേ ഉള്ളൂ. അപ്പം നല്ലൊരു സുഖമുള്ളൊരു കാലാവസ്ഥ കേട്ടോ. അപ്പോൾ അതാ ഏട്ടന് അവിടെ വന്നിരിക്കാൻ തുടങ്ങി. ഞങ്ങളെ നടത്തം ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ടപ്പോൾ ഒരു 2 റൗണ്ട് അടിച്ചിട്ട് വരും ഇങ്ങോട്ടേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ തന്നെ ഞങ്ങളിങ്ങനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വായി നോക്കിയിരിക്കുക. മഴക്കാറാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നല്ല ഒരു മൂടിയ കാലാവസ്ഥ ഇങ്ങനെ.